നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു കാര്യവുമായി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക, മാസങ്ങളായി ഒരു സിനിമ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് മാസങ്ങളായി എന്ന് നമുക്കെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം. അതാണ് ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ കാര്യം എന്തായിരുന്നു, നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു. ഒരു സിനിമ കണ്ടിട്ട് മാസങ്ങളായി എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്നത് ഏതൊക്കെയാണ് വാക്കുകളാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു സിനിമ നമുക്കറിയാം എ മൂവി. ഇനി കാണുക എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം സി എന്നാണ്. പക്ഷേ നമ്മളൊരു സിനിമ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടി, നമ്മളൊരു പ്രോഗ്രാം, അതൊക്കെ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വാച്ച് എന്നേ പറയാവൂ. നമ്മൾ സി എന്ന് പറയത്തില്ല, നമ്മളെങ്ങനെ പറയത്തുള്ളൂ, വാച്ച്. അപ്പോൾ നമുക്ക് വാച്ച്. പിന്നെ മാസങ്ങളുടെ ഇംഗ്ലീഷ് നമുക്കറിയാം മന്ത്സ്, അല്ലേ? മന്ത്സ് എന്നാണ് മാസങ്ങളുടെ ഇംഗ്ലീഷ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ കുറേ നാളായി ഇന്നത് ചെയ്തിട്ട്, അല്ലെങ്കിൽ വന്നിട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അല്ലെങ്കിൽ അവനെ കണ്ടിട്ട് കുറേ നാളായി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അതിന് ഇംഗ്ലീഷിലേക്ക് പറയാൻ വേണ്ടി ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. അതാണ് ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം? നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് എന്നുള്ളതിൻ്റെ ചെറിയ രൂപമായ ഇറ്റ്സ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത്തരത്തിലായിരിക്കും തുടങ്ങേണ്ടത്. എങ്ങനെ? ഇറ്റ്സ് എന്ന് പറയുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ ഇവിടെ പറയുന്ന സമയമോ അല്ലെങ്കിൽ കാലയളവോ സൂചിപ്പിക്കണം. ഇപ്പം കുറേ നാളായി എന്ന് പറയുമ്പോൾ എ ലോങ് ടൈം നമുക്ക് പറയാം. മാസങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മന്ത്സ് എന്ന് പറയാം. അപ്പം എങ്ങനെ? ഇറ്റ്സ് എന്ന് എഴുതിയതിന് ശേഷം പിന്നെ പ്ലസ് കാലയളവ് അല്ലെങ്കിൽ സമയം, നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാലയളവോ സമയമോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സിൻസ് ഐ ഹാവ് എന്ന് പറയണം. സിൻസ് ഐ ഹാവ്, അല്ലേ? ഇപ്പം സിൻസ് ഐ ഹാവ് എന്ന് പറയുക. എന്നിട്ട് അതിനുശേഷം നമ്മളിവിടെ ഈ സെന്റൻസിൽ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന മലയാളത്തിലെ പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തിയുടെ മൂന്നാമത്തെ രൂപം എഴുതണം. ഇത്രയും ചെയ്താൽ മാത്രം മതി, നമുക്കിത് പറയാൻ പറ്റും. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഇറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്ന കാലയളവ് എന്ന് പറയുന്നത് എന്തുവാ? മാസങ്ങൾ എന്നാണ്. അപ്പം നമുക്കെങ്ങനെ പറയാം? ഇറ്റ്സ് മന്ത്സ്. പിന്നെ സിൻസ് ഐ ഹാവ് എന്ന് പറയാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ ഐയും ഹാവും സെപ്പറേറ്റ് ചെയ്ത് എഴുതാറുള്ളൂ. അത് റിട്ടൺ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ഐ ഹാവ് എന്നെടുത്ത് പറയാറില്ല. നമ്മളെങ്ങനെ പറയത്തുള്ളൂ? ഐ എന്നിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ട് VE, എന്നേ പറയത്തുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇറ്റീസും നമ്മൾ ഇറ്റീസ് നമ്മൾ എടുത്ത് പറയത്തില്ല, നമ്മളിങ്ങനെ പറയത്തുള്ളൂ ഇറ്റ്സ്. അതാണ് അതിൻ്റെ രീതി. സംസാരിക്കുമ്പോൾ അങ്ങനെ പറയാം. അപ്പോൾ ഇറ്റ്സ് മന്ത്സ്. ഇനി അടുത്ത മാസങ്ങൾ എന്നാണല്ലോ പറയേണ്ടത്. അപ്പോൾ ഇറ്റ്സ് മന്ത്സ് എന്ന് പറയുക. പിന്നെ സിൻസ്, പിന്നെ പിന്നെ V3 ഫോം പ്രവർത്തിയുടെ. ഇവിടെ വാച്ചാണ്, അപ്പോൾ വാച്ച്ഡ്. പിന്നെ എ മൂവി, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇംഗ്ലീഷിൽ വളരെ മനോഹരമായിട്ട്? ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ വാച്ച്ഡ് എ മൂവി എന്നൊക്കെ പറഞ്ഞാൽ മതി, അല്ലേ? ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ വാച്ച്ഡ് എ മൂവി, അല്ല ഇറ്റ് ഈസ് മന്ത്സ് സിൻസ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്ന് പറയുന്നത് ഒരിക്കലും സ്പോക്കൺ ഇംഗ്ലീഷിൽ പറയത്തില്ല. ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്നൊക്കെ പറഞ്ഞാൽ മതി. ഇങ്ങനെ ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി. അപ്പോൾ ഐ ഹാവ് എന്നൊന്നും പറയത്തില്ല, ഐ ഹാവ്. അപ്പോൾ ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്നാണ് പറയേണ്ടത്, അല്ലേ? നമ്മൾ വളരെ സ്പീഡായിട്ട് തന്നെ പറയണം സ്പോക്കൺ ലാംഗ്വേജിലൊക്കെ. അപ്പോൾ ഇറ്റ്സ് മന്ത്സ് സിൻസ് ഐ ഹാവ് വാച്ച്ഡ് എ മൂവി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം നമുക്കിത് കിട്ടും അർത്ഥം, ഒരു സിനിമ കണ്ടിട്ട് മാസങ്ങളായി എന്ന് അർത്ഥം കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഇത് പറയേണ്ടത്. നമുക്കിനി ഇതുപോലെ വേറൊരു കാര്യം നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പം നമുക്ക് ഒത്തിരി മനസ്സിലാവും. ഉദാഹരണത്തിന് ഇവിടെ
അവനെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, അല്ലേ? അവനെ ഞാൻ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യം എങ്ങനെയാണ് പറയേണ്ടത് നമുക്കറിയാം. ഇറ്റ്സ് എന്ന് പറയുക, ഇറ്റ് ഈസ് എന്നുള്ള നമ്മൾ ഇറ്റ്സ് എന്നാക്കണം, പിന്നെ കാലയളവ്, പിന്നെ അല്ലെങ്കിൽ അതിനുശേഷം സിൻസ് ഐ ഹാവ്, പിന്നെ ഇവിടെ ഞാൻ എഴുതിയിട്ടിരിക്കുകയാണ് സിൻസ് ഐ ഹാവ് പ്ലസ് പിന്നെ നമ്മൾ ആ പ്രവൃത്തിയുടെ V3 ഫോം. അത്തരത്തിലാണ് ഇരിക്കണം നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞതിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ അറിയാം എന്ന് നമുക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ അവനെ എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം ഹിം. അതുപോലെ ഞാൻ എന്നുള്ള ഇംഗ്ലീഷ് നമുക്കറിയാം ഐ. പിന്നെ കാണുക, ഇവിടെ നമ്മൾ സി എന്ന് പറഞ്ഞാൽ മതി, കാണുക. ഇനി കണ്ടുമുട്ടുക എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മീറ്റ് എന്ന് പറയാം. ഇവിടെ കണ്ടെന്നേ ഉള്ളൂ, അപ്പോൾ സി. പിന്നെ കുറേ നാൾ എന്നുള്ള ഇംഗ്ലീഷ് എന്തുവാ? ലോങ് ടൈം. അല്ലേ എന്താണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം. അങ്ങനെ അത് ഇതെങ്ങനെ നമുക്കിനി ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഇറ്റ് ഈസ് ലോങ് ടൈം സിൻസ് ഐ ഹാവ് സീൻ ഹിം എന്ന് പറയുന്നേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ ഹവ് സീൻ ഹിം എന്ന് പറഞ്ഞാൽ മതി. സിൻസ് ഐ ഹാവ് എന്നുള്ളത് ഐ ഹവ് സീൻ ഹിം. അപ്പോൾ എന്താ? ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ ഹവ് സീൻ ഹിം എന്ന് മാത്രം പറഞ്ഞാൽ ഇത് മനസ്സിലാവും, കിട്ടും, അല്ലേ? അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.